സുപ്രഭാതം. ഇന്ന് രാമായണ പാരായണത്തിലെ 29-ാം ദിവസമാണ്. 29-ാം ദിവസത്തെ ഭാഗങ്ങളാണ് ഇന്ന് ഞാൻ വായിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദിരമിതമാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ, ശാരിക പൈതൃദാനം വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിന. രാമ രാവണ യുദ്ധം. യുദ്ധം പറഞ്ഞ യുദ്ധത്തിനൊരുപ്പെട്ടു ബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ, മൂലബലാദികൾ സങ്കരത്തിനു തൽക്കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലെ, ലങ്കാധിപന് സഹായമായി വേഗേന സംഖ്യയില്ലാതെ ചതുരംഗസേനയും, സംഖ്യയില്ലാതെ ചതുരംഗസേനയും. 10 പടനായകന്മാരും ഒന്നിച്ചു 10 കഴുത്തനെ കൂപ്പി പുറപ്പെട്ട മാരുതി പോലെ പരന്നു വരുന്നത്, മാരുതി മുൻപാം കവികൾ കണ്ടെത്രയും ഭീതി മുഴുത്തു വാങ്ങിയിടുന്നത് കണ്ട് നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ, വാനരവീരരെ നിങ്ങളിരുവരോട് മാനം നടിച്ചു ചെന്നേൽക്കരുതാരുമേ, ഞാനിവരോട് പോർ ചെയ്തൊടുക്കിയിടുവാൻ ആനന്ദം ഉൾക്കൊണ്ടു കണ്ടുകൊള്ളുകേ വരും എന്നരുൾ ചെയ്തു നിശാചര സേനയിൽ ചെന്നു ചാടിയിടിനാനീകവനാമീശ്വരൻ, ചാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂകിയിടിനാൻ. എത്ര നിശാചരരുണ്ട് വന്നേറ്റതിൻ അങ്ങത്ര രാമന്മാരുണ്ടെന്നതുപോലെ, രാമമയമായി ചമഞ്ഞിതു സംഗ്രാമ ഭൂമിയും എന്തോരു വൈഭവമന്നേരം, എന്നോട് തന്നെ പോരുന്നിതു രാഘവ എന്ന് തോന്നി രജനീചരർക്കൊക്കവേ. 12 നാഴിക നേരമൊരുപോലെ യാദൂധാനാവലിയോട് ലഘുത്തവൻ അസ്ത്രം പരീക്ഷിച്ച നേരമാർക്കും തത്ര ചിത്തേ തിരിച്ചറിയായതില്ലേതുമേ. വാസര രാത്രി നിശാചരവാനര മേദിനി വാരിധി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിത്, മേധുരന്മാരായ രാക്ഷസവീരരും ആനയും തീരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞിത് പൂർക്കളം. കാളിയും കൂളികളും കബന്ധങ്ങളും കാളനിശീധിനിയും പിശാചങ്ങളും നായയും നരിയും കഴുകുകൾ
കാകങ്ങൾ പേയും പെരുത്തു ഭയങ്കരമാം വണ്ണം രാമജാപത്തിൻ മണിതൻ നിനാദവും വ്യോമമാർഗേ തുടരെ കേട്ടു ദേവഗന്ധർവൈഷാപ്സരോ വൃന്ദവും ദേവമുനീന്ദ്രനാം നാരദനും തഥാ രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിന രാഗാശചാരികളാനന്ദപൂർവകം ദ്വാദശ നാഴിക കൊണ്ട് നിശാചര മേദിനി തന്നിൽ വീണിടിനാരൊക്കവി മേഘത്തിനുള്ളിൽ നിന്നർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണായി തന്നേരം ലക്ഷ്മണൻ താനും വിഭീഷണനും പുനർക്കതനയനും മാരുതപുത്രനും മറ്റുള്ള വാനരവീരരും വന്ദിച്ചു ചുറ്റും നിറഞ്ഞിതു രാഘവൻ അന്നേരം മർക്കട നായകന്മാരോടരുൾ ചെയ്തി കണക്കേ തമാശു ചെയ്തിടുവാൻ നാരായണനും പരമേശ്വരനും ഒഴിഞ്ഞാരുമില്ലെന്ന് കണ്ടു കേൾപ്പുണ്ടു ഞാൻ മുന്നമേ രാക്ഷസരാജ്യം മുഴുവനത് നേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിനാൻ താതാ സഹോദര നന്ദന വല്ലഭ നാഥ നമുക്കവലംബമാരയ്യോ വൃദ്ധയായി ഏറ്റം വിരൂപയായുള്ളോരും നക്തഞ്ചരാധിപ സോദരി രാമനെ ശ്രദ്ധിച്ച കാരണം ആപത്തിതൊക്കവേ വർദ്ധിച്ചു വന്നതുമില്ല മറ്റില്ല കാരണം വർദ്ധിച്ചു വന്നിതു മറ്റില്ല കാരണം ശൂർപ്പണഖയ്ക്കെന്ത് കുറ്റമതിൽ പരം പെരുമാളല്ലയോ ദശകന്ധരൻ ജാനകിയെ കൊതിച്ചാശാകുലം മുടി ചാനൊരു മൂഢൻ മഹാഭാവി രാവണൻ അർത്ഥപ്രഹരം മാത്രേണ കരാതിയെ യുദ്ധേ വധിച്ചതും മൃതാരിപുത്രനെ മൃത്യു വരുത്തി വാഴിച്ചു സുഗ്രീവനെ സത്വരം വാനരന്മാരേച്ചതും മാരുതി വന്നിവിടെ ചെയ്ത കർമ്മവും ഭാരതിയിൽ ചിറകെട്ടിക്കടന്നതും കണ്ടിരിക്കേ നന്നു തോന്നുന്നതെത്രയും ഉണ്ടോ വിചാരം അമർത്തിങ്കലുണ്ടാവും സിദ്ധമില്ലായികയിൽ വിഭീഷണൻ ചൊല്ലിനാൻ മത്തനായെന്നതും ധിക്കരിച്ചിടിനാൻ ഉത്തമൻ നല്ല വിവേകി വിഭീഷണൻ സത്യവ്രതൻ മേലിൽ നിന്നായി വരുമവൻ നീചനിവൻ കുലമൊക്കെ മുടിപ്പതി ആചരിച്ചാനതു തന്മരണത്തിനും നല്ല സുതന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ചു മറ്റുള്ള മാത്യജനത്തെയും എല്ലാം അനുഭവിച്ചിടുവാൻ പണ്ടുതാ വല്ലായ്മ ചെയ്തതുമെല്ലാം മറന്നിതോ ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നർമ്മരിയാതെ മടക്കിനാനേറ്റവും നാട്ടിലിരിക്കും പ്രജകളെ പീഡിച്ചു കാട്ടിലാക്കി ചമച്ചീടിനാൻ കശ്മലൻ അർത്ഥമന്യായേ അനിത്യമാർജിക്കുകയും മിത്രജനത്തെ വെറുത്തു ചമയ്ക്കുകയും ബ്രാഹ്മണന്മാരെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെ അടക്കുകയും പാരം ഗുരുജനദ്വേഷവും ഉണ്ടിവർ ആരോടുമില്ല കൃപയും ഒരിക്കലും ഇമ്മഹാഭാവി ചെയ്തൊരു കർമ്മത്തിനാൽ നമ്മയും ദുഃഖിക്കുമാറാക്കിനാനിവൻ ഇത്തം പുരസ്ത്രീജനത്തിൽ വിലാപങ്ങൾ നക്തഞ്ചരാധിപൻ കേട്ടു ദുഃഖാർത്തനായി ശത്രുക്കളെ കൊന്നൊടുക്കുവാൻ എന്നിനി യുദ്ധത്തിനാശു പുറപ്പെടുകെങ്കിൽ നാം എന്നത് കേട്ട് വിരൂപാക്ഷനും അതിൽ മുന്നേ മഹോദരനും മഹാവാർഷനും ഉത്തരഗോപുരത്തൂടെ പുറപ്പെട്ടു ശസ്ത്രങ്ങൾ തൂകി തുടങ്ങിനാരേറ്റവും ദുർനിമിത്തങ്ങൾ ഉണ്ടായതനാദരി
ചുന്നതനായ നിശാചരനായകൻ ഗോപുരവാതിൽ പുറപ്പെട്ടു നിന്നത് ചാവലമെന്നിയേ വാനരവീരരും രാക്ഷസരോട് എതിർത്താരതു കണ്ടേറ്റം മുകൂടടുത്തു നിശാചരവീരരും സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളെ ലുഗ്രമാവണ്ണം പൊരുതാരതു നേരം വാഹനമാകിയ വാരണവീരനെ സാഹസം കൈക്കൊണ്ടു രാജനും കൊന്നത് കണ്ടു വിരൂപ വിലോചനൻ ചെന്നിത് വാളും പരിചയും കൈക്കൊണ്ട് കൊന്നുകൊണ്ടെറിഞ്ഞാൻ കപിരാജൻ നന്നായിരുന്നു വിരൂപാക്ഷനുമഥ വെട്ടിനാൻ വാനരനായക വക്ഷസി പുഷ്ടതൂപത്തോടു മർക്കടരാജനും നെറ്റിമേലൊന്നടിച്ചാനത് കൊണ്ടവൻ തെറ്റെന്ന കാലപുരം പൂക്കുമേവിന തേരിലേറിക്കൊണ്ടടുത്താൻ മഹോദരൻ തീരും തകർത്തു സുഗ്രീവനവനെ മൃത്യുപുരത്തിനയച്ചത് കണ്ടതീ ക്രുദ്ധനായി വന്നെടുത്താൻ മഹാപാർശ്വൻ അംഗദൻ കൊന്നാനവനെ വന്നേരം പൊങ്ങും മിഴികളോടാശരാധീർശനും ഓർമ്മതവത്തോടും അടുത്തു കവികളെ താമസാസ്ത്രം കൊണ്ട് വീഴ്ത്തിനാനൊഴിയിൽ രാമനു മൈന്ദ്രാസ്ത്രമേതു തടുത്തിത് താമസാസ്ത്രീമപ്പോൾ ദശാനനൻ അസുരവസ്ത്രമെയ്താനതു വന്നള് മാധുരന്മാരായിദാശു കവികളും വാരണസകൂര കുക്കുട ക്രോഷ്ടുക സാരമേയോരക സൈരിഭവായസ വാനരസിംഹരൊരു മൃഗകാഗ്രനായി വരൂമാസുരാശാസ്ത്രാത്മകം മുദ്ഗരപ്പെട്ട സശക്തി പരശ്വത ഷഡ്ഗശൂലപ്രാസബാണായുധങ്ങളും രൂക്ഷമായി വന്നു വരുന്നത് കണ്ട് വാഗ്നേയമസ്ത്രമെയ്താത്മനുവീരനും ചെങ്കനൽ കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളും ആദിത്യനഗ്നിയെത്തിത്തരം ജ്യോതിർമയങ്ങളായി ചെന്നു നിറഞ്ഞള് ആസുരവസ്ത്രവും പോയി മറഞ്ഞു ബലാൽ അപ്പോൾ മയൻ കൊടുത്തോരു ദിവ്യാസ്ത്രമാ മൽപേതരായുധം കാണായി തന്തികെ ഗാന്ധർവവസ്ത്രം പ്രയോഗിച്ചതിനെയും ശാന്തമാക്കിയിടിനാൻ മാനവവീരനും സൂര്യാസ്ത്രമെയ്താണ്ട് ശാരണ നേരം ധൈര്യേണരാഘവൻ പ്രത്യസ്ത്രമെയ്തതും ഖണ്ഡിച്ച നേരമാ ഖണ്ഡലവൈരിയും ചണ്ഡകരാം സമങ്ങളാം ബാണങ്ങൾ 10 കൊണ്ടെയ്തു മർമ്മങ്ങൾ ഭേദിച്ചാണ് ഉത്തമ പുരുഷനാകിയ രാഘവൻ 100 ശരങ്ങളെയ്താനത് കൊണ്ടുടൻ കീറി മുറിഞ്ഞിതു രക്തഞ്ചരേന്ദ്രനും ലക്ഷ്മണനേഴു ശരങ്ങളാലൂക്കോട് തൽക്ഷണേതു കണ്ടിച്ചു തീടിനാൽ 5 ശരമെയ്തു സൂര്യനെയും കൊന്ന് ചഞ്ചലഹീനം മുറിച്ചിത് ശാപവും അശ്വങ്ങളെ ഗത കൊണ്ട് വിഭീഷണൻ തച്ചുകൊന്നാനത് നേരം ദശാനനൻ പൂതലേ ചാടി വീണാശുവേൽ കൊണ്ടതീ ക്രോധാൽ വിഭീഷണനെ പ്രയോഗിച്ചത് ബാണങ്ങൾ 3 കൊണ്ടെയ്തു മുറിച്ചിത് വീണത് 3 നുറുങ്ങി മഹീതലെ അപ്പോൾ വിഭീഷണനെ കൊല്ലുമാറവൻ കൽപ്പിച്ചു മുന്നം മയൻ കൊടുത്തോരുവേൽ കൈകൊണ്ട് ചാട്ടുവാനോങ്ങിയ നേരത്ത് ലക്ഷ്മണൻ മൽപൊക്കുബാണങ്ങൾ എയ്ത് രക്തഞ്ചരാധിപൻ തന്നുടലൊക്കവേ രക്തമണിഞ്ഞു മുറിഞ്ഞു വലഞ്ഞുടൻ
നിൽക്കും ദശാനനൻ കോപിച്ചു ചൊല്ലിനാൾ, ലക്ഷ്മണൻ തന്നോട് നീ എത്രയും രക്ഷിച്ചവാർ വിഭീഷണനെ തഥാ രക്ഷിക്കില്ലെന്നു നിന്റെ പുനരുടെ ശക്തി വരുന്നത് കണ്ടാലും ഇന്നൊരു ശക്തനാകിൽ ഭവാൻ കണ്ടിക്കവേലിത് എന്ന് പറഞ്ഞു വേഗേന ചാട്ടിയിടിനാൻ ചെന്നു തറച്ചിത് മാറത്തു ശക്തിയും അസ്ത്രങ്ങൾ കൊണ്ട് തുടയ്ക്കരുതാഞ്ഞുടൻ വിസ്തൃതനായി തത്ര വീണു കുമാരനും വേൽ കൊണ്ടു രാവണൻ ലക്ഷ്മണൻ വീണത് കണ്ടുള്ളിൽ മാൽ കൊണ്ടു രാമനും നിന്ന് വിഷണ്ണനായി ശക്തി പറിപ്പതിനാർക്കും കവികൾക്ക് ശക്തി പോരാഞ്ഞു രഘുകുലനായകൻ തൃക്കൈകൾ കൊണ്ട് പിടിച്ചു പറിച്ചുടൻ ഋകോപമോട് മുറിച്ചെറിഞ്ഞിടിനാൻ മിത്രനനയ സുക്ഷേണ ജഗത്പ്രാണ പുത്രാദികളോടരുൾ ചെയ്തിതാതരാൽ ലക്ഷ്മണൻ തന്നെ ചുറ്റുമിരുന്നിനി രക്ഷിച്ചുകൊള്ളിൻ വിഷാദിക്കരുതേതും ദുഃഖസമയമല്ലിപ്പോൾ ഉഴറ്റോടു രക്ഷാവരനെ വധിക്കുന്നതുകൊണ്ട് ഞാൻ കല്യാണം ഉൾക്കൊണ്ടുകൊള്ളുവിൻ നിങ്ങൾ എല്ലാവരും ഇന്നു മൽക്കര കൗശലം ചക്രാത്മജനെ വധിച്ചതും വേഗത്തിൽ അർക്കാത്മജനാദികളോടൊരുമിച്ചു വാരിധിയിൽ ചിറകെട്ടി കടന്നതും പോരിൽ നിശാചരന്മാരെ വധിച്ചതും രാവണ നിഗ്രഹ സാധ്യമായിട്ടവൻ കേവലം ഇപ്പോൾ അഭിമുഖനായത് രാവണനും രാഘവനും കൂടി മേവുക ഭൂമിയിലെന്നുള്ളതിൽ ഇനി രാത്രിഞ്ജരേന്ദ്രനെ കൊല്ലുവൻ നിർണയം മാർത്താണ്ഡ വംശത്തിലുള്ളവനാകിൽ ഞാൻ സപ്തദ്വീപങ്ങളും സപ്താംബുധികളും സപ്താജലങ്ങളും ചന്ദ്രസൂര്യന്മാരും ആകാശഭൂമികളെ എന്നിവയുള്ള നാൾ പോകാതെ കീർത്തി വർദ്ധിക്കും പരിചു ഞാൻ ആയോധനെ ദശകണ്ഠനെ കൊല്ലുവായുധപാണികളായെന്നാകിൽ നിസംശയം ദേവാസുരോരകചാരണ താപസ ഗ്രേവരും കണ്ടറിയണം മമബലം യുദ്ധമരുൾ ചെയ്തു നക്തഞ്ചരേന്ദ്രനോ അസ്ത്രമേങ്ങളേത് യുദ്ധം തുടങ്ങിനാൻ രാഘവ രാവണന്മാർ തമ്മിൽ അന്യോന്യം മേഘങ്ങൾ മാറി ചൊരിയുന്നത് പോലെ ബാണഗണം പൊഴിച്ചിടുന്നതു നേരം ഞാണൊലി കൊണ്ടു മുഴങ്ങി ജഗത്രയം സോദരൻ വീണ് കിടക്കുന്നതോർത്തുള്ളി രാധി മുഴുത്തു രഘുകല നായകൻ താരേ യഥാതനോടേവമരുൾ ചെയ്തു ധീരതയിൽ യുദ്ധത്തിനേതും മമ ഭൂതലേ വാഴുക നല്ലതെനിക്കിനി ഭ്രാതാവു തന്നോടുകൂടെ മരിപ്പതും വിൽപ്പിടിയും മുറുകുന്നതില്ലേതുമേ കേൾപ്പമില്ലാതെ ചമഞ്ഞോ നമുക്കിഹ നിൽപ്പാനുമേതു മരുതു മനസ്സിനും വിഭ്രമമേറി വരുന്നിതു മേൽക്കുമേൽ ദുഷ്ടനെ കൊൽവാനുപായവും കണ്ടീല നഷ്ടമായി വന്നിതു മാനവും മാനസി ഏവം അരുൾ ചെയ്ത നേരം സുഷേണനും ദേവദേവൻ തന്നോടാശു ചൊല്ലിയിടിനാൻ ദേഹത്തിനേതും നിറം പകർന്നീലൊരു മോഹമത്രേ കുമാരനെന്നു നിർണയം ഭക്തനേത്രങ്ങൾക്കേതുമേതും വികാരമില്ലതൽ തീർന്നപ്പോൾ ഉണരും അവരജൻ എന്നുണർത്തിച്ച നിലാത്മജൻ തന്നോട് പിന്നെ നിരൂപിച്ചു ചൊന്നാൻ തുഷേണനും
മുന്നേ കണക്കേ വശല്യകാരണീയ കുന്ന മരുന്നിന്നു കൊണ്ടുവന്നിടുക എന്നളവേ ഹനുമാനും വിരവോട് ചെന്നു മരുന്നതും കൊണ്ടുവന്നിടിനാൻ. ലസ്യവും ചെയ്തു സുഷേണൻ കുമാരനാ, ലസ്യവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാൻ. പിന്നെയും ഔഷധശൈലം കപിവരൻ മുന്നമിരുന്ന വണ്ണം തന്നെയാക്കിനാൻ. മന്നവൻ തന്നെ വണങ്ങിനാൻ. തമ്പിയും നന്നായി മുറുകെ പുണർന്നിതു രാമനും. നിന്നുടെ പാരവശ്യം കാണുക കാരണ എന്നുടെ ധൈര്യവും പോയിതു മാനസി എന്നത് കേട്ടുര ചെയ്തു കുമാരനും. ഒന്നു തിരുമനസ്സിങ്കലുണ്ടാകണം, സത്യം തപോധരന്മാരോട് ചെയ്തതും മിഥയായി വന്നുകൂടാ എന്നു നിർണയം. ത്രൈലോക്യകണ്ഠനാം ഇവനെ കൊന്നു പാലിച്ചുകൊള്ളുക ജയത്രയം വൈകാതെ. ലക്ഷ്മണൻ ചൊന്നത് കേട്ടു രഘുത്തമൻ യശോവരനോട് എതിർത്താൻ അതിദ്രുതം. തേരും ഒരുമിച്ചു വന്നു ദശാസ്യനും പോരിനു രാഘവനോട് എതിർത്തിയിടിനാൻ. പാരിൽ നിന്നക്ഷ്വാകു വംശതിലകനും തേരിൽ നിന്നാശരവംശതിലകനും പോരതി ഘോരമായി ചെയ്തൊരു നേരത്ത് പാരമിളപ്പം രഘുത്തമനുണ്ടെന്ന് നാരദനാദികൾ ചൊന്നത് കേൾക്കയാ. പാരം വളർന്നു ഒരു സംഭ്രമത്തോടുടൻ ഇന്ദ്രനും മാതലിയോട് ചൊന്നാൻ മമ സ്യന്തനം കൊണ്ട കൊടുക്ക നീ വൈകാതെ. ശ്രീരാഘവൻ ഹിതം വരുമാറു നീ തേരും തെളിച്ചു കൊടുക്ക മടിയാതെ. മാതലി താനത് കേട്ടുടൻ തേരുമായി ഭൂതലം തന്നിലിഴഞ്ഞു ചൊല്ലിയിടിനാൻ. രാവണനോട് സമരത്തിനിന്നു ഞാൻ ദേവേന്ദ്ര ശാസനയാ വിളകൊണ്ടിത് തേരിതിലാശുകരേറുക പോലിനായി മാരുതതുല്യവേഗേന നടത്തുന്ന എന്നതു കേട്ടു രഥത്തെയും വന്ദിച്ചു മന്നവൻ തേരിലമാർഗരേറിനാൻ. തന്നോട് തുല്യനായി രാഘവനെ കണ്ടു വിണ്ണിലാം മാറുന്നു നോക്കി ദശാനനൻ. പേമഴ പോലെ ശരങ്ങൾ തൂക്കിയിടിനാൻ. രാമനും ഗാന്ധർവവസ്ത്രം എഴുതിയിടിനാൻ. രാക്ഷസവസ്ത്രം പ്രയോഗിച്ചതു നേരം രാക്ഷസരാജനും രുഷമായി ഇത്രയും ക്രൂരനാഗങ്ങളാമസ്ത്രത്തെ മാറ്റുവാൻ ഗാരുഡമസ്ത്രമേതു രഘുനാഥനും. മാതലിമേലും ദശാനനൻ ബാണങ്ങൾ ഏതു കൊടിയും മുറിച്ചു കളഞ്ഞത്. വാജികൾക്കും ശരമേറ്റമേറ്റു പുന രാജിയും ഘോരമായി വന്നു രഘുവരൻ. കൈകാൽ തളർന്നു തട്ടിൽ നിൽക്കും വിധം കൈകസീ നന്ദനായി വിഭീഷണൻ ശോകാതിരേകം വളർന്നു നിന്നിടിനാൻ. ലോകരുമേറ്റം വിഷാദം കലർന്നിത് കാലപുരത്തിനയപ്പാനിനിയെന്ന് ശൂലം പ്രയോഗിച്ചതാ ശരാധീശൻ. അസ്ത്രങ്ങൾ കൊണ്ടു തടപോരാഞ്ഞോർത്തുടൻ വൃത്രാരിതനുടെ തേരിൽ ഇരുന്നോരു ശക്തിയെടുത്തയച്ചു രഘുനാഥനും. 10 നുറങ്ങി വീണു തത്ര ശൂലവും നഷ്ടഞ്ജനേന്ദ്രനുടെ തുരകങ്ങൾ ശസ്ത്രങ്ങൾ കൊണ്ട് മുറിച്ചതു രാഘവൻ. സാരേധിതേരും തിരിച്ചടിച്ചാർത്തനായി പേരിലൊഴിച്ചു നിർത്തിയിടിനാനേരം. ആലസ്യമൊട്ടകന്നോരു നേത്രനേരം തത്ര പൗലസ്യനും സൂതനോട് ചൊല്ലിനാൻ. പൗലസ്യനും സൂതനോട് ചൊല്ലിയിടിനാൻ. എന്തിനായി കൊണ്ട് നീ പിന്തിരിഞ്ഞു ബല ലന്ധനായി ഞാൻ എത്ര ദുർബലനാകയോ. കൂടലല്ലോരെടുത്തെതിർത്താൽ
കൂടലരോട് എതിർത്താൽ ഞാനൊരുത്തനോ റോഡി ഒളിച്ചവാറെന്ന് കണ്ടു ഭവാൻ. നീയല്ല സൂതനെനിക്ക് നിരാമനും നീയതി ബാന്ധവമെന്നറിഞ്ഞേനം. ഇത്തം നിശാചരധീശൻ പറഞ്ഞതീ ഉത്തരം സാരഥി സത്വരം ചൊല്ലിനാൽ രാമനെ സ്നേഹമുണ്ടായിട്ടുമല്ലവൻ സ്വാമി ദ്വേഷം ഉണ്ടായിട്ടുമല്ലവേ. രാമനോടേറ്റു പുലു നിൽക്കുന്നേരം മാമയം പൂണ്ടു വളർന്നു തളർന്നത് കണ്ടു ഞാൻ. സ്നേഹം ഭവാനെ കുറിച്ചേറ്റമാകയാ മോഹമകലോളം പൂർക്കളം വിട്ടു ദൂരെ നിന്നാലസ്യമെല്ലാം കളഞ്ഞിനി പൊരിഞ്ഞെടുക്കണമെന്നോ കൽപ്പിച്ചത്രേ. സാരഥി താൻ അറിയണം മഹാരഥ മാരുടെ സാധവും വാചികൾ സാധവും വൈരികൾക്കുള്ള ജയകാലം പാരിൽ നിന്നോന്നതദേശവിശേഷവും എല്ലാം അറിഞ്ഞു രഥം നടത്തുന്നവനല്ലോ നിപുണനായുള്ള സൂതൻ പ്രഭു എന്നതു കേട്ടു തെളിഞ്ഞ രാവണ ഒന്നു പുണർന്നോരു കൈവളയും കൊടു തിന്നിനിത്തേരെടുത്താശു കൂട്ടിയിടുക പിന്നോക്കമിൽ ഇനിയൊന്നു കൊണ്ടുവിടും. ഇന്നോട് നാളെയോടൊന്നു തിരിഞ്ഞിടും മന്നവനോടുള്ള പോരകെന്നറിയ നീ. സൂതനും തീരതിരികീന കൂട്ടിന ക്രോധം മുഴുത്തങ്ങെടുത്തിത് രാമനും തങ്ങളിലേറ്റമണഞ്ഞത് പൊരുതള വങ്ങുമിങ്ങും നിറയുന്നു ശരങ്ങളാൽ. അഗസ്ത്യ പ്രവേശനവും ആദിത്യസ്തുതിയും. അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്നേരം എങ്ങനെയെന്നറിഞ്ഞീല അഗസ്ത്യൻ തഥാ. രാഘവൻ തേരിലിറങ്ങി നിന്നീടിന ആകാശദേശാൽ പ്രഭാകര സന്നിഭൻ വന്ദിച്ചു നിന്നു രഘുകുലനാഥന. നന്ദമി എന്നരുൾ ചെയ്താൻ അഗസ്ത്യനും അഭ്യുദയം നിനക്കാശു വരുത്തുവാ ഇപ്പോൾ ഇവിടേക്ക് വന്നത് ഞാനിടൂ. അഭ്യുദയം നിനക്കാശു വരുത്തുവാ ഇപ്പോൾ ഇവിടേക്ക് വന്നത് ഞാനിടൂ. താപത്രയവും വിഷാദവും തീർന്നു പോം ആപത്തു മറ്റുള്ളവയും അകന്നു പോം. ശത്രുനാശം വരും രോഗവിനാശനം സിദ്ധിക്കുമായുസ് സൽകീർത്തിവർദ്ധനം. നിത്യമാദിത്യ ഹൃദയമാം മന്ത്രമി ഉത്തമമെത്രയും ഭക്ത്യാ ജപിക്കണം. ദേവാസുരോരകചാരണ കിന്നര താപസഗുഹ്യക്ഷരക്ഷോഭുത കിം പുരുഷാപ്സരോ മനുഷ്യാദ്യന്മാരും സമ്പ്രതി സൂര്യനെ തന്നെ ഭജിപ്പതും. ദേവകളാകുന്നതാദിത്യനാകിയ ദേവനത്രേ 14 ലോകങ്ങളും രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതും അവൻ കൽപ്പകാലാന്തരി. ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ഷൺമുഖൻ താനും പ്രജാപതി വൃന്ദവും ശക്രനും വിശ്വാനരനും കൃതാന്തനും രക്ഷോവരനും വരുണനും വായുവും യക്ഷാധിപനും ഈശനാനനും ചന്ദ്രനും നക്ഷത്രജാലവും ദിക്കരി വൃത്തവും വാരണവക്രനും ആര്യനും വാരനും ധാരാഗണങ്ങളും നാനാഗ്രഹങ്ങളും അശ്വനീ പുത്രനും വസുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാ പിതൃക്കളും ഭിന്നമനുക്കളും ദാനവന്മാരും ഉരകസമൂഹവും വാരമാസർത്തു സംവത്സരകൽപ്പാദീ കാരകനായതും സൂര്യനിവൻ തന്നെ. വേദാന്ത വേദ്യനാം വേദാത്മകനിവൻ വേദാർത്ഥ വിഗ്രഹൻ വേദജ്ഞ സേവിതൻ. പൂഷാ വിഭാകരൻ മിത്രൻ പ്രഭാകരൻ
ദോഷാകരാത്മൻ തുഷ്ടാദിനകരൻ ഭാസ്കരൻ നിത്യനഗസ്കരൻ ഈശ്വരൻ സാക്ഷി സവിതാ സമസ്ത ലോകേക്ഷണൻ ഭാസ്വാൻ വിഭസ്വാൻ നഭസ്വാൻ ഗഭസ്തിമാൻ ശാശ്വതൻ ശംഭുശരണ്യൻ ശരണതൻ ലോകശിശിരാരി ഘോരത്തിമിരാരി ശോകോഭാരി ലോകോ ലോകവിഗ്രഹൻ ഭാനു ഹിരണ്യഗർഭൻ ഹിരണ്യേന്ദ്രിയൻ ദാനപ്രിയൻ സഹസ്രാംശു സനാതനൻ സപ്താശ്വൻ അർജുനാശ്വൻ സകലേശ്വരൻ സുപ്തജനാവബോധപ്രദൻ മംഗലൻ ആദിത്യൻ നർക്കൻ അരുണൻ അനന്തകൻ ജ്യോതിർമയൻ തപനൻ സവിതാരവി വിഷ്ണു വികർത്തനൻ മാർത്താണ്ഡനം ശുമാൻ ഉഷ്ണകിരണൻ മിഹിരൻ വിരോചനൻ പ്രദ്യോതനൻ പരൻ കദ്യോതനുദ്യോത നദ്വയൻ വിദ്യാവിനോദനൻ വിഭാവസു വിശ്വസൃഷ്ടിസ്ഥിതി സംഹാരകാരണൻ വിശ്വവന്ദ്യൻ മഹാവിശ്വരൂപൻ വിഭു വിശ്വവിഭാവനൻ വിശ്വൈകനായകൻ വിശ്വാസഭക്തിയുക്താനാം ഗതിപ്രദൻ ചണ്ഡകിരണൻ തരണി ദിനമണി പുണ്ടരീക പ്രബോധ പ്രദനര്യമ ദ്വാദശാത്മാ പരമാത്മാപര നാദിദേയൻ ജഗദാധിഭൂതൻ ശിവൻ ഖേദവിനാശനൻ കേവലാത്മാ ബിന്ദു നാദാത്മകൻ നാരദാതിശേവിതൻ ജ്ഞാനസ്വരൂപന ജ്ഞാന വിനാശനൻ ധ്യാനിച്ചുകൊള്ളേ നിത്യമിദ്ദേവനെ. ആദിത്യ ഹൃദയം സന്തതം ഭക്ത്യാ നമസ്കരിച്ചിടുക. സന്താപനാശകരായ നമോ നമ, അന്ധകാരാന്തകരായ നമോ നമ, ചിന്താമണി ചിദാനന്ദായ തേ നമ, നീഹാരനാശകരായ നമോ നമ, മോഹവിനാശകരായ നമോ നമ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേ നമ, സാവരജംഗമാചാര്യായ തേ നമോ, ദേവായ വിശ്വൈക സാക്ഷിനേ തേ നമ, സത്യപ്രധാനായ തത്വായ തേ നമ, സത്യസ്വരൂപായ നിത്യം നമോ നമ. ഇത്തമാദിത്യ ഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം. ചിത്തം തെളിഞ്ഞഗസ്ത്യോക്തി കേട്ടത്രയും ഭക്തി വർദ്ധിച്ചു കാകുൽസലനും കൂപ്പിനാൻ. പിന്നെ വിമാനവുമേറി മഹാമുനി ചെന്നു വീണാധരൂപാന്തേ മരുവിനാൻ, ചെന്നു വീണാധരൂപാന്തേ മരുവിനാൻ. രാവണ വധം. രാവണവധം. രാഘവൻ മാതലയോടരുളി ചെയ്തേ, രാകുലമെന്നീ തീർത്ഥ നടത്തിയിടുവി. മാതലേ തേരതിവേഗേന കൂട്ടീനേതുമേ ചഞ്ചലമില്ലത് ശാസ്യന്. മൂടി പൊടി കൊണ്ട് ദിക്കുമുടനിടൻ കൂടി ശരങ്ങളുമെന്തോരു വിസ്മയം. രാത്രിഞ്ചരന്റെ കൊടിമരം ഖണ്ഡിച്ചു ധാത്രിയിലിട്ടു ദശരഥപുത്രനും. യാതുധനാധിപൻ വാജികൾ തമ്മിയും മാതലീ തന്നെയുമേറിയുമേതിയിടിനാൻ. ശൂലം മുസലങ്കദാദികളും മേൽക്ക് മേലേ പൊഴിച്ചീരു രാക്ഷസരാജനും. സായകജാലം പൊഴിച്ചവയും മുറി ചായോധനത്തിനടുത്തിത് രാമനും. ഏറ്റം മണഞ്ഞുമകന്നും വലം വച്ചു മേറ്റുമിടം വച്ചുമൊട്ടു പിൻവാങ്ങി. സാരഥിമാരുടെ സൗത്യകൗശല്യവും
പോരാളികളുടെ യുദ്ധകൗശല്യവും കണ്ടുകീഴിൽ കണ്ടതില്ല നാം ഈ വണ്ണം ഉണ്ടാകയില്ലുമേ ഈ വണ്ണം ഇനിവേലിൽ എന്നു ദേവാദികളും പുകഴ്ത്തിയിടീന നന്നു നന്ദൻ മുതലിഞ്ഞതു നാരദൻ. പൗലസ്ത്യരാഘവന്മാർ തൊഴിൽ കാണുകയാൽ ത്രൈലോക്യവാസികൾ ഭൂതി വീണ്ട് പൂണ്ടിയിടിന വാദമടങ്ങി പറഞ്ഞത് സൂര്യനും മേദിനി താനും വിറച്ചതു ചാപാരമായി പാതോ നിധിയും ഇളകി മറിഞ്ഞതു പാതാളവാസികളും നടുങ്ങിയിടിന അമ്പുധിയോടെതിർത്തിയിടിലോ മമ്പരമമ്പരത്തോടെതിർത്തിയിടിലും രാഘവരാവണ യുദ്ധത്തിനു സമം രാഘവരാവണ യുദ്ധം ഒഴിഞ്ഞില്ല. കേവലം ഇങ്ങനെ നിന്നു പുകഴ്ത്തിനാൻ ദേവാദികളും അന്നേരത്തു രാഘവൻ രാത്രിഞ്ചരന്റെ തലയൊന്നറുത്തുടൻ രാത്രിയിലിട്ടാനത് നേരം എപ്പോഴി കൂടെ മുളച്ചു കാണായിതവൻ തല കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും ഉണ്ടായതപ്പോൾ അതും പിന്നെ രാഘവൻ ഖണ്ഡിച്ചു മുറിച്ചു ഭൂമിയിലിട്ടാന രക്ഷണാൽ യുദ്ധം മുറിച്ചു 101 തലകളെ പൃഥ്വിയിലിട്ടു രഘുരസത്തമൻ. പിന്നെയും 10 തലയ്ക്കൊരു വാട്ടമില്ലെന്നേ വിചിത്രമേ നന്നു നന്നെത്രയും ഇങ്ങനെ 100,000 തല പോകിലും എങ്ങും കുറവില്ലവൻ തലപത്തിനും. രാത്രിഞ്ചരാധിപൻ തന്റെ തപോബലം ചിത്രം വിചിത്രം വിചിത്രമത്രേ തുലോ. കുംഭകർണൻ മകരാക്ഷൻ ഖരൻ ബാലി വമ്പനാമാരീജനൻ നിവരാതിയ ദുഷ്ടരെ കൊന്ന ബാണത്തിൻ നിന്നതി നിഷ്ഠുരമാതിവനെ കൊല്ലുവാൻ മടി ഉണ്ടായതി ദശകണ്ഠനെ കൊല്ലുവാൻ കണ്ടീലുപായവും ഏതുമൊന്നീശ്വര ചിന്തിച്ചു രാഘവൻ. പിന്നെയും അധ്യക്ഷ കന്ധരൻ മെയിൽ ബാണങ്ങൾ തൂകിയിടിനാൻ രാവണനും പൊഴിച്ചിടിനാൻ ബാണങ്ങൾ ദേവദേവൻ തിരുവേനി മേലാവോളം കൊണ്ടു ശരങ്ങളെ കണ്ടു രാഘവൻ. ഉണ്ടായതുള്ളിൽ ഒരു നിലവന്നേരം പുഷ്പസമങ്ങളായി മിന്നും വന്നു ശരങ്ങളാം കേൾപ്പു കുറഞ്ഞു ദശാസ്യന് നിർണയം. 7 ദിവസം മുഴുവൻ ഈ വണ്ണമേ രോഷേണ നിന്ന് പൊരുന്നോരനന്തരം മാതലീദാനം തൊഴുതു ചൊല്ലിയിടീനേതും വിഷാദമുണ്ടായിക മാനസി ഉന്നമഗസ്ത്യത്തബോധനനാദരാൻ തന്നതാ ബാണം കൊണ്ടുകൊല്ലാം ജഗത് പ്രഭു. പൈതാമഹസ്ത്ര മതായതിന്നിങ്ങനെ മാതിലി ചൊന്നതു കേട്ടു രഘുവരൻ നന്നു പറഞ്ഞു നീയതെന്നോടിനി കൊന്നിടുവൻ ദശകണ്ഠനെ നിർണയം എന്നരുളി ചെയ്തു. വൈരിഞ്ച വസ്ത്രത്തെ നന്നായെടുത്തു തൊടുത്തിതു രാഘവൻ. സൂര്യനാലന്മാരതിന്നു തരം തൂവൽ വായുവും മന്ദരമേരുക്കൾ മധ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചോരു സായകം വിശ്വാസഭക്ത്യാ ജപിച്ചിടിനാൻ രാവണൻ തന്റെ ഹൃദയം പിളർന്നു. ദേവിയും ഭേദിച്ചു വാരിധിയിൽ പൂക്കു ചോര കഴുകി മുഴുകി വിരവോട് മാരുതവീരാഘവൻ തന്നുടെ തൂണിയിൽ വന്നിങ്ങു വീണു തെളിവോട് ബാണവും എന്തോരു വിസ്മയം അന്നേരം തേരിൽ നിന്നാശുമറിഞ്ഞു വീണിടിനാൻ പാലിൽ മരാമരം വീണ പോലെ തഥാ കൽപ്പക വൃക്ഷ പുതുമലർ തൂകിന ഉൽപ്പന്നമോദേനവാനവരേവരും അർക്ക കുലോദ്ഭവൻ മൂർധനി വേൽക്കുമേൽ ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞത് പുഷ്കര സംഭവനും തെളിഞ്ഞിടിന നർക്കനും നേരയുദിച്ചാനത് നേരം
മന്ദമായി വീശി തുടങ്ങി പവനനും നന്നായി വിളങ്ങി ചതുർദശലോകവും താപസന്മാരും ജയ ജയ ശബ്ദേന താപം മകന്നു പുകഴ്ന്നു തുടങ്ങിയിടിന ശേഷിച്ചരാക്ഷസരോടിയകം പോക്കു കേഴത്തുടങ്ങിനാരൊക്കെ ലങ്കാപുരി അർക്കജന്മാരുത് നീലാംഗദാദിയും മർക്കട വീരരും മാർത്തു പുകഴ്ത്തിനാർ മർക്കട വീരരും നാട്ടു പുകഴ്ത്തിനാർ. രാവണ ഗാത്രഗേനം. അഗ്രജൻ വീണതു കണ്ടു വിഭീഷണൻ വ്യഗ്രിച്ചരികത്തു ചെന്നിരുന്നാകുല ദുഃഖം കലർന്നു വിലാപം തുടങ്ങിയതൊക്കെ വിധി ബലമല്ലോ വരുന്നതും ഞാനിതൊക്കെ പറഞ്ഞിടിനേൻ മുന്നമേ മാനം നടിച്ചെന്നെയും വെടിഞ്ഞിടിന വീരാമഹാശയരോചിതനായ നീ പാലിലേ വണ്ണം കിടക്കുമാറായതും കണ്ടതെല്ലാം ഞാൻ അനുഭവിക്കണമെന്ന് കൊണ്ടു ദൈവത്തിനാഴിവാക്കതും. ഏവം കരയും വിഭീഷണൻ തന്നോട് ദേവദേവീശനരുൾ ചെയ്തിരാതരാൽ എന്നോടഭിമുഖനായി നിന്നു പോർ ചെയ്തു നന്നായി മരിച്ച മഹാശൂരനാമിവൻ തന്നെ കുറിച്ചു കരയുന്നേതുമേ നന്നല്ലത് പരലോകത്തിനു സഖി. വീരരായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്നറിയണമേ. പോരിൽ മരിച്ചു വീരസ്വർഗസിദ്ധിക്കൂ പാരം സുഹൃതികൾക്ക് നിയോഗം വരാ. ദോഷങ്ങളെല്ലാം മുടങ്ങി തീ വന്നിനി ശേഷക്രിയക്ക് തുടങ്ങുക വൈകാതെ. യുദ്ധം അരുൾ ചെയ്തു നിന്നരുളും നേരം തത്ര മണ്ഡോദരികേണു വന്നീടിനാൻ ലങ്കാധിപന്മാരിൽ വീണു കരഞ്ഞുമാ തങ്കമുൾക്കൊണ്ടു മോഹിച്ചും പുനരുടൻ ഓരോ തരം പറഞ്ഞും പിന്നെ മറ്റുള്ള നാരീജനങ്ങളും കേണു തുടങ്ങിന പങ്ക്തിരഥാത്മജനപ്പോളരുൾ ചെയ്തു പങ്ക്തിമുഖാനുജൻ തന്നോട് സാദരം രാവണൻ തന്നോട് സംസ്കരിച്ചിടുക പാവകനെ സത്വരം. തത്ര വിഭീഷണൻ ചൊന്നാൻ ഇവനോളം മിത്രപാപം ചെയ്തവരില്ല ഭൂതലി യോഗ്യമല്ലേതു മടിയനു നീനിവനുടൽ സംസ്കരിച്ചിടുവാനെന്ന് കേട്ടേറ്റവും വന്ന ബഹുമാനമോടെ കുത്തമൻ പിന്നെയും ചൊന്നാൻ വിഭീഷണൻ തന്നോട് മദ്ബാണമേറ്റുരണാന്തേ മരിച്ചൊരു കർബുരാധീശ്വരനറ്റിരുപാപങ്ങൾ വൈരവുമാ മരണാന്തമെന്നാകുന്നേ ഏറിയ സദ്ഗതിയുണ്ടാവുന്നേ. ശേഷക്രിയകൾ വഴിയേ കഴിക്കൊരു ദോഷം നിനക്കതിന്നേതുമകപ്പെടാ ചന്ദനഗന്ധാദി കൊണ്ട് ചിതയോ നന്ദേന കൂട്ടി മുനിവരന്മാരുമായി വസ്ത്രാഭരണമാല്യങ്ങൾ കൊണ്ടും തഥാ നക്തഞ്ചരാധിപൻ തിവദേഹമലങ്കരി ചാർത്തുവാദ്യങ്ങളും ഘോഷിച്ചുകൊണ്ട് അഗ്നി ഗോത്രികളെ സംസ്കരിക്കുന്ന വണ്ണവേ രാവണദേഹം ദഹിപ്പിച്ചു തന്നെ പൂർവജനായുധക്രിയ ചെയ്തു. നാരികൾ ദുഃഖം പറഞ്ഞു പൊക്കിച്ചെന്ന് ശ്രീരാമപാദം നമസ്കരിച്ചിടിന മാതലിയും രഘുനാഥനെ വന്ദിച്ചു ജാതമോദം സുരാലയം മേവിനാൻ ചെന്നു നിജ നിജ മന്ദിരം പൂക്കിതു ജന്യാവലോകം ചെയ്തു നിന്നോർമ്മകളും ചെന്നു നിജ നിജ മന്ദിരം പൂക്കിയത് ജന്യാവലോകനം ചെയ്തു നിന്നോർമ്മകളും ജന്യാവലോകനം ചെയ്തു നിന്നോർമ്മകളും. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ
ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദിരമിതമാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതി നാരായണ നമോ നാരായണായ നമോ നാരായണ നമോ നാരായണായ. ഇതോടുകൂടി രാമായണ പാരായണത്തിലെ 29ാമത്തെ ഭാഗങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.